സുഹൃത്തുക്കളെ, അപ്പൊ അങ്ങനെ നമ്മുടെ ആർട്ട് കഫേയിലുള്ള സന്ദീപ് എടപ്പാൾ ജാമ്യം കിട്ടിയിട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തു, ബിഷപ്പിന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്, ഇനി ജാമ്യമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എപ്പിസോഡ് കണക്കിന് ഒരു സാങ്കല്പിക കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന മനുഷ്യൻ. ആ സാങ്കല്പിക കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് ബിഷപ്പാണ്, അല്ലെങ്കിൽ രേണുസുതിയാണ് എന്ന രീതിയിലൊക്കെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ട് ഒരു മനുഷ്യൻ, അവന്റെ പേര് ജാമ്യം കിട്ടിയ സന്ദീപ് തന്നെ പറയുന്നുണ്ട്. ഞാനൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് അവൻ തന്നെ പറയുന്നതാണ് നല്ലത് തോന്നിപ്പോകുന്നു. എന്തായാലും കണ്ടോ കേട്ടോ. അയ്യോ ശബ്ദമില്ലല്ലേ? അനീഷ് വ്ലോഗിനൊക്കെ എവിടെ അനീഷ് വ്ലോഗ്? എവിടെ ആണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷൊക്കെ പോളൂട്ടാ. എടാ എനക്ക് എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞ അപ്പക്കാഷണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും എന്തായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ട് സന്ദീപ് വരുമ്പോൾ അവൻ എടുത്തിട്ട് ഇപ്പോൾ ലൈവ് വന്നൊരു സംഗതിയാണ്. ഫോൺ പോയിട്ടുണ്ട്, ഒപ്പം തന്നെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന അതൊക്കെ പോയിട്ടുണ്ട്. ഇനിയുള്ള യൂട്യൂബേഴ്സിനൊരു ഇൻഫർമേഷൻ പോലെ അവനത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്, നമ്മളെ ഈ ഒരു യൂട്യൂബ് എന്താണെന്നൊക്കെ പഠിപ്പിച്ചെന്നൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗുരുവാണ്. മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ കേസുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ അനീഷ് എന്ന് പറയുന്ന ഒരുവനാണ് ഈ സന്ദീപ് എടപ്പാളിനെതിരെ ശക്തമായിട്ട് വീഡിയോസിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ കണ്ട സന്ദീപിന് ജാമ്യമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ കുറെ ചിരിച്ചു. സന്ദീപിന് ജാമ്യമില്ല, കൊതുകടി കൊണ്ട് ഇന്നലെ തിരക്കഥ എഴുതി തീർത്തു. രേണുവിൻ്റെ അച്ഛൻ ചോദിച്ചത് ഇതാണ്, രേണുവിനും കുറച്ച് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനീഷിന്റെ സംഗതി കാണും. എന്താ ഇതിന്റെ കേസിന്റെ അവസ്ഥ എന്താ അറിയില്ല. രേണു കൊടുത്ത കേസെന്ന് പറയുന്നുണ്ട്, അതല്ല ആ ഒരു പള്ളിയിൽ അച്ഛൻ കൊടുത്ത കേസെന്നൊക്കെ പറയുന്നുണ്ട്, ബിഷപ്പ് കൊടുത്ത കേസെന്ന് പറയുന്നുണ്ട്. കേസിന്റെ അവസ്ഥകളോ കേസിന്റെ രീതികളൊന്നും അറിയില്ല. എനിക്ക് തോന്നിപ്പോയത് ഇത് ബിഷപ്പിനേക്കാൾ രേണുസുതി എങ്ങനെ ജീവിച്ചോട്ടെ, ബിഷപ്പ് എങ്ങനെ ജീവിച്ചോട്ടെ, അത് നമ്മുടെ വിഷയങ്ങളൊന്നുമല്ല. ഇവിടെ നടക്കുന്നത് ഈ അനീഷും സന്ദീപും തമ്മിലുള്ള പ്രശ്നമാണ്. കാരണം അനീഷിന്റെ കുറച്ചു വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവന്റെ തമ്പനിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഴുവനായിട്ട് സന്ദീപ് എടപ്പാളിന് എതിരെയാണ്. സന്ദീപ് എടപ്പാളിനെ എന്താ പറയുക, എതിർക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവൻ കുറച്ച് കാലമായിട്ട് വീഡിയോ ഇട്ടെന്ന് കണ്ടു തോന്നുന്നു. നോക്കണ്ടില്ലേ, ഒരു വീഡിയോയുടെ തമ്പനിയിലാണ് എവിടത് കൃത്യത കാണില്ല. സന്ദീപിന് ജാമ്യമില്ല എന്നാണ് ഒന്നിൽ കാണിക്കുന്നത്, ഒന്നിൽ ബിഷപ്പിനെ രേണുവിനെ അധിക്ഷേപിച്ച സന്ദീപിന് അറസ്റ്റ്, രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, സന്ദീപിൻ്റെ സ്റ്റോറി കേട്ട് ഭാര്യമാരും മക്കളുമുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവന്റെ പോസ്റ്റുകളല്ല. അവന്റെ ഒരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. രേണുവിനെ ഇതുപോലെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരോട് അത് നമ്മുടെ അവസ്ഥ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകണം, എന്നാലേ അവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ തടസ്സമായി നിൽക്കുന്ന ഇതുപോലുള്ള എന്നെ മുന്നോട്ട് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്റെ സ്ഥാനത്ത് വേറൊരാളെ ഒരു ജീവിതം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ എന്നെ പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ നിൽക്കുന്ന സന്ദീപാണ് യൂട്യൂബറെ ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലോക്കപ്പിലാണ് അദ്ദേഹം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ പറയുന്ന കഥാകൃത്തിനെ ഇതാണ് അനീഷ് വ്ലോഗ് എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായത്തോളം കഴിഞ്ഞ ദിവസം രാത്രിയാണ് മഫ്റ്റിയിൽ വന്നിട്ട് ഇദ്ദേഹത്തെ സന്ദീപ് റേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു വ്ളോഗറെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഇറക്കാനൊന്നും പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം അവൻ്റെ സുഹൃത്തുക്കളും മറ്റൊക്കെ പോയിട്ട്, ലോയേഴ്സും മറ്റൊക്കെ പോയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി കിട്ടാവുന്ന ഒരു സാധാരണ സിമ്പിൾ കേസ് മാത്രമാണ് ഇതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ബാക്കിയെല്ലാം ഈ അനീഷ് എന്തായാലും സന്ദീപിനെതിരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് സന്ദീപിന് എന്താണ് പറയുള്ളതെന്ന് കേൾക്കാം. അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഥാകൃത്ത് കഥകൾ എഴുതി തീരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ഈ ഇദ്ദേഹം സാങ്കല്പിക കഥ എഴുതുമ്പോൾ ഞാൻ റിയൽ കഥ എഴുതും, അങ്ങനെ ഞാൻ ഒരു പാർട്ട് ഞാൻ വിട്ടിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ തുടർക്കഥയായിട്ട് എഴുതുമെന്ന് പറഞ്ഞെങ്കിലും അത് എഴുതി തീർക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കാനോ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കഥാകൃത്തിനെ പോലീസ് പൊക്കി. ഇദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, അവസാന പാർട്ടി പറഞ്ഞിരുന്നു, എന്റെ പേനയുടെ മഷി തീരുന്നതിനും വരെ ഞാൻ കഥ എഴുതുമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കഥ എഴുതുകയാണ്. ഓക്കെ, അദ്ദേഹം അവിടെ ഇരുന്ന് കഥ എഴുതട്ടെ. കണ്ടില്ലേ, ഒരു പരിഹാസ രീതിയിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ സന്ദീപ് എടപ്പാൾ പറയുന്നുണ്ട്. അത് കേൾക്കുക തന്നെ വേണം കേട്ടോ. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്.
ഇനി ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ കേളാടാ, വല്ലവരും എറിഞ്ഞ് ചേർന്ന അപ്പക്കാഷണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട, അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. സന്ദീപ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്, സത്യസന്ധമല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കയറി കളിച്ച ഒരാളെന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അനീഷ് ബ്ലോഗ് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. വീഡിയോസ് മുഴുവൻ കണ്ടിട്ടില്ല, കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ എന്താണ് സന്ദീപ് എടപ്പാളിനോട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർക്ക് ഇത്ര വലിയ കലിപ്പ് എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ഇനി വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നത്. സന്ദീപ് എടപ്പാൾ ഞാൻ അറിഞ്ഞിടത്തോളം വിളിച്ച് കിട്ടുന്നില്ല, തിരിച്ചു വരുന്ന വഴിയിലാണ്. എവിടെയെങ്കിലും കയറിയിട്ടൊന്ന് വിശ്രമിച്ചിട്ടായിരിക്കും രാത്രി എത്തുക. മിക്കവാറും ഇന്ന് രാത്രിയോ നാളെയൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അവൻ എഴുതും, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് എഴുതി അവൻ മിക്കവാറും ആ കഥ പൂർത്തീകരിക്കും. ആ കഥ പൂർത്തീകരിച്ച് കഴിഞ്ഞാലായിരിക്കും ആരുടെയൊക്കെ എന്തൊക്കെ വെളിച്ചത്താവുമെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി കൂടി കേൾക്കാം. എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയിട്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിം ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിം ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക, ഒക്കെ സിം ഇല്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്, പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറെ ആൾക്കാർ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോ കൊരയ്ക്കും പട്ടി കടിക്കില്ല, കൊരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് ചെയ്യാം, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും പിന്നെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. യെസ് മാൻ. അപ്പോൾ അദ്ദേഹം തിരികെ വരുന്നു. വീണ്ടും പുതിയ എപ്പിസോഡ് കഥകൾ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ജാമ്യം കിട്ടിയിട്ടുണ്ട്. ബൈ.